ഗുഡ് മോർണിംഗ്. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നമ്മളിന്ന് പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനും പിന്നെ മാർക്ക് പ്ലേസിൽ ഒരു മസാജ് ബെഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിക്കാനും വേണ്ടി ആണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മസാജ് ബെഡൊക്കെ പോയി മേടിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ എസൻഷ്യൽ ഓയിൽ മേടിക്കാനായിട്ട് അഡിലേഡ് ഹിൽസിലൊരു ഷോപ്പ് അവർ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അഡിലേഡ് ഹിൽസ് എന്ന് പറയുന്നത് അഡിലേഡിൽ നിന്ന് 20 മിനിറ്റ്സ് ദൂരമുണ്ട്. ഇത് അങ്ങോട്ട് പോകുന്ന വ്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും ഒരു നല്ലൊരു മല കയറി ഇങ്ങനെ പോയി. അപ്പം നമ്മളിങ്ങനെ മുണ്ടക്കയം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുട്ടിക്കാനത്തൊക്കെ പോകുന്ന ഒരു വഴിയില്ല, അതുപോലൊക്കെ സൈഡിൽ ചെറിയ കുറേ കൊക്കകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഒരു നാഷണൽ പാർക്കിൻ്റെ ബോർഡൊക്കെ കണ്ടായിരുന്നു. മേ ബി അങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കാം. അപ്പം നമ്മൾ ആ ഷോപ്പിലെത്തി. ഇതാണ് ആ ഷോപ്പേ. അവിടെ ചെന്നപ്പം അവിടെ ഒത്തിരി ഓർഗാനിക് ക്രീംസ്, പിന്നെ വെറൈറ്റീസ് ഓഫ് ഓയിൽസ് ഉണ്ടായിരുന്നു, പിന്നെ സോപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാച്ചുറൽ ഫ്ലോർസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ എല്ലാ സാധനമൊക്കെ നോക്കി നടന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇങ്ങനെ ഇതെല്ലാം ലിക്വിഡാണേ. നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് അളന്ന് തരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഒതൻറ്റിക് ആഫ്രിക്കൻ ബ്ലാക്ക് സോപ്പ് എടുത്തു. പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് ക്രീം അങ്ങനത്തെ ഒന്നും എടുത്തില്ല. പിന്നെ ഇതെല്ലാം ക്രിസ്റ്റൽസ്, നമ്മൾ വീട്ടിൽ വെക്കുന്ന ക്രിസ്റ്റൽസ് ഇല്ലേ, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നെല്ലാം മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണേ. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫിഷ് മാർക്കറ്റിലോട്ട്. അവിടെ ചെന്നപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് ഇഷ്ടം പോലെ ഫിഷ് ഉണ്ടായിരുന്നു. മത്തിയൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം മേടിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഷോപ്പിംഗ് മാളിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഒരു ബിഗ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു പ്രാവശ്യം പോയപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് പോലെ ഞാൻ വിചാരിച്ചാണ് ഒന്നുകൂടെ പോകണമെന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വായി നോക്കി നടക്കത്തേ ഉള്ളൂ. എനിക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനൊന്നും മേടിച്ചില്ല. കുഞ്ഞിനേക്കൊരു ജീൻസൊക്കെ മേടിച്ചു. അവിടെ ബർത്ത്ഡേ വരുവാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ പുതിയ മസാജ് ബെഡിന് വേണ്ടിയിട്ടുള്ള ടവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് വലിയ അതിൻ്റെ കവറായിട്ടുള്ള കവറിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറേ ടവൽസൊക്കെ എടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.